രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം 10,238. ചേലക്കരയിൽ 11,936 കുതിച്ചെത്തുന്നു UR പ്രദീപ്. അത് 12,000 കടന്നാലും അത്ഭുതപ്പെടാനില്ല, 13,000 കടന്നാലും അത്ഭുതപ്പെടാനില്ല. ഇപ്പോഴും വോട്ട് എണ്ണിക്കൊണ്ടിരിക്കുകയാണ്. മറുഭാഗത്ത് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ 10,238 നിൽക്കുകയാണ്. അവിടെ വളരെ സ്ലോയിലാണ്, തുടക്കം മുതൽ തന്നെ വളരെ സ്ലോയിലാണ് ഈ ഭൂരിപക്ഷത്തിന്റെ കണക്ക് പാലക്കാട് പുറത്തു വരുന്നത്. പക്ഷെ ചേലക്കരയിൽ കാര്യങ്ങൾ അങ്ങനെയല്ല. ഓരോ നിമിഷവും കുറച്ചുകൂടി വേഗത്തിൽ കാര്യങ്ങൾ മുന്നോട്ട് പോകുന്നു എന്ന് സംശയമില്ല. ഇപ്പോൾ ചേലക്കരയിൽ 12,000 കടന്നുള്ള ഭൂരിപക്ഷത്തിലേക്ക് UR പ്രദീപ് എത്തുന്നു എന്ന കാര്യത്തിൽ സംശയമില്ല. 10,238 രാഹുൽ മാങ്കൂട്ടത്തിൽ കുതിച്ചെത്തുന്നു. അങ്ങനെ BJPയുടെ സ്വപ്നങ്ങളെല്ലാം കാറ്റിൽ പറത്തി BJPക്ക് വലിയ തിരിച്ചടി സംഭവിച്ചുകൊണ്ട് പാലക്കാട്ട് രാഹുൽ മാങ്കൂട്ടത്തിൽ വിജയത്തേരിലേറുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനം. ചേലക്കരയിലും പാലക്കാടും എന്താണ് ജനം വോട്ട് ചെയ്യാൻ പോയപ്പോൾ കൃത്യമായി ശ്രദ്ധിച്ചിരുന്നത്? ഈ വിവാദങ്ങളൊന്നും ആയിരുന്നില്ല, വികസനം തന്നെയായിരുന്നു വിഷയം എന്നുള്ളതിൽ തർക്കമേ ഇല്ല. ചേലക്കരയിൽ ട്രാക്ടർ റാലി വരെ നടത്തി, അത് NDAയും നടത്തി, UDFും നടത്തി. അതായത് കാർഷിക മേഖലയിലെ പ്രശ്നങ്ങൾ ഉയർത്തിപ്പിടിച്ചു. അത് പാലക്കാട് ഗുണമായിട്ടുണ്ട് എന്ന് ഒരുപക്ഷെ കണ്ണാടിയും മാത്തൂരും പഞ്ചായത്ത് വരുമ്പോൾ LDFന് അവകാശവാദം ഉന്നയിക്കാൻ വന്നേക്കും. നോക്കൂ, നമ്മുടെ സ്ക്രീനിൽ പോകുന്നു. ഇനി വരത്തൻ വാഴുമെന്ന്. പാലക്കാട് വരത്തൻ. നിന്ന് പ്രാർത്ഥിക്കുന്നവരും വന്ന് പ്രാർത്ഥിക്കുന്നവരും. അങ്ങനെയാണ് P. സരിൻ പറഞ്ഞത്. C. കൃഷ്ണകുമാർ പറഞ്ഞു, ഞാനിവിടെ ഉള്ളതാണല്ലോ, പുറത്തുനിന്ന് വന്ന രാഹുൽ മാങ്കൂട്ടത്തിന് വോട്ടുണ്ടായിരുന്നില്ല. ഒരു 6 മാസം കൂടി കഴിഞ്ഞ് 2025 ഞാൻ ഈ മണ്ഡലത്തിൽ വോട്ടുണ്ടാക്കും എന്നാണ് രാഹുൽ മാങ്കൂട്ടത്തിൽ പറഞ്ഞത്. അപ്പോൾ ചോദിച്ചു, AK ബാലൻ അടക്കമുള്ളവർ വരത്തനായിരുന്നില്ലേ ഈ പാലക്കാട്, എന്നിട്ട് പാലക്കാടിന്റെ സ്വന്തം ബാലേട്ടനായി മാറിയില്ലേ എന്ന് രാഹുൽ മാങ്കൂട്ടത്തിൽ ചോദിച്ചു. വരത്തൻ തന്നെ വാഴും പാലക്കാട് ഇപ്പോഴും. പക്ഷേ 10,238 എന്നുള്ള കണക്കുകളിൽ ഇനി തിരിഞ്ഞു നോട്ടമില്ല. രാഹുൽ മാങ്കൂട്ടത്തിൽ ഉറപ്പിച്ചിരിക്കുന്നു. 2:1 എന്ന കണക്കിലേക്ക് UDF 2, LDF 1, BJP 0. ഉത്തരം പറയേണ്ടി വരും. K. സുരേന്ദ്രൻ ഉത്തരം പറയട്ടെ എന്ന് സന്ദീപ് വാര്യർ പറയുമ്പോൾ, പഴയ സഹപ്രവർത്തകൻ പറയുന്ന ആരോപണങ്ങൾക്ക് നേരിട്ട് മറുപടി പറയുമോ BJP സംസ്ഥാന അധ്യക്ഷൻ? കണ്ടറിയണം ഏത് തരത്തിലുള്ള പോസ്റ്റുകളൊക്കെ ആയിരിക്കും ഇനി വരിക എന്ന് കണ്ടറിയണം. ഇനിയും രാഷ്ട്രീയ പ്രതികരണങ്ങളുടെ മണിക്കൂറുകളാണ്. ഈ തോൽവികൾക്കും വിജയത്തിനും ഉത്തരവാദിത്തം പറയേണ്ടി വരും. ഏതായാലും കോൺഗ്രസിനും CPMനും പറഞ്ഞു നിൽക്കാൻ ചില കാരണങ്ങൾ ഇവിടെ ഉണ്ട്. പക്ഷെ BJP എന്ത് പറയും എന്നുള്ളതാണ് കാത്തിരുന്ന് കാണേണ്ടത്. അത് വളരെ പ്രധാനപ്പെട്ട കാര്യമാണ്. BJPയുടെ വിലയിരുത്തൽ ഈ തോൽവിയുമായി ബന്ധപ്പെട്ട് എന്താകുമെന്ന കാര്യത്തിൽ, കാരണം അത്രത്തോളം അവർ പ്രതീക്ഷിച്ചിരുന്നു ഇവിടെ പാലക്കാട് പിടിക്കുമെന്ന് ആവർത്തിച്ച് പറഞ്ഞിരുന്നു. കോൺഗ്രസും BJPയും തമ്മിലുള്ള വലിയ മത്സരമായിരുന്നു ഇവിടെ. അവിടെ ഇത്ര അധികം വോട്ടുകൾക്ക് 10,238 വോട്ടുകൾക്കുള്ള പരാജയം എന്ന് പറയുമ്പോൾ അവർക്ക് ഒട്ടും ദഹിക്കുന്നതല്ല. ഒരു ചെറിയ പരാജയം പോലും പ്രതീക്ഷിക്കാതിരുന്ന BJPയാണ് 10,000-ന് മുകളിൽ വോട്ടുകൾക്കുള്ള ഒരു പരാജയത്തിലേക്ക് പോകുന്നത് എന്നുള്ളതാണ്. സുരേന്ദ്രന്റെ വിശദീകരണം പറഞ്ഞു, സന്ദീപ് വാര്യർ പറഞ്ഞു കഴിഞ്ഞു. ഇതിനെല്ലാം കാരണക്കാരൻ സുരേന്ദ്രനാണ്. ഇവിടെയാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമായി നമുക്ക് മനസ്സിലാക്കേണ്ടത്. BJPക്ക് വലിയ പരാജയം. അവർ ഉപതെരഞ്ഞെടുപ്പിൽ ഒരുപാട് പ്രതീക്ഷ അർപ്പിച്ചിരുന്നു. വലിയ തോതിലുള്ള ക്രമീകരണങ്ങൾ അവർ ഏർപ്പെടുത്തിയിരുന്നു. അങ്ങനെ അനവധി സംവിധാനങ്ങൾക്ക് ഒരുക്കിക്കൊണ്ട് BJPയുടെ സംസ്ഥാന അധ്യക്ഷൻ പൂർണ്ണമായും ശ്രദ്ധ കേന്ദ്രീകരിച്ച ഒരു മണ്ഡലത്തിലാണ് ഇപ്പോൾ വലിയ പരാജയം സംഭവിച്ചിരിക്കുന്നത്. ഇപ്പോൾ പാലക്കാട്ട് BJP പരാജയത്തിലേക്ക് ഷാഫിയേക്കാൾ രാഹുൽ മാങ്കൂട്ടത്തിൽ വോട്ട് നേടുന്നു. ഷാഫിയുടെ 3 ഇരട്ടി ഭൂരിപക്ഷം രാഹുൽ മാങ്കൂട്ടത്തിൽ നേടുന്നു. അങ്ങനെ കറുത്ത പെട്ടിയുമായി നീലപ്പെട്ടിയുമായി UDF പ്രവർത്തകരുടെ വലിയ ആഹ്ലാദ പ്രകടനവും സംഭവിക്കുകയാണ്. അങ്ങനെ നിയമമാകും പാലക്കാട് എന്ന് പ്രതീക്ഷിച്ചു. നിയമമായില്ല. വീണ്ടും ഒരു നിയമം ആവർത്തിച്ചില്ല. ഒരു വശത്ത് ആ നിരാശ BJPക്ക്. P. സരിൻ വന്നതുകൊണ്ട് ഗുണമുണ്ടാക്കാൻ കഴിയും എന്നുള്ള ഇടതുപക്ഷത്തിന്റെ അവകാശവാദം, അതും അവിടെ പാളി. ഇടതുപക്ഷത്തിനും BJPക്കും അവരുടെ അവകാശവാദങ്ങളെല്ലാം പാളിപ്പോയിരിക്കുന്നു. പാലക്കാട് കണക്ക് ഇപ്പോൾ പുറത്തു വരുന്ന 12,451 രാഹുൽ മാങ്കൂട്ടത്തിന്റെ ഭൂരിപക്ഷം കുതിച്ചുയരുകയാണ്. 12,461, UDF 5,723, BJP 2,652, LDF 2,880. LDF ലീഡ് കൂട്ടുന്നു. നേരത്തെ പറഞ്ഞതുപോലെ LDF ലീഡ് കൂട്ടുന്നു, വോട്ട് കൂടുന്നു BJPയെ സംബന്ധിച്ചിടത്തോളം. പക്ഷേ അത് ശ്രദ്ധിച്ചോ, അതായത് LDF
BJP തൊട്ടു പിറകിലുണ്ട്. അതായത് ഈ പഞ്ചായത്തുകളിൽ 8-9 റൗണ്ടുകളിൽ BJP തുലോം പുറകിലായിരുന്നുവെങ്കിൽ ഇത്തവണ BJPക്ക് പിരായിരിയിൽ മാത്തൂരിലേക്ക് കടക്കുന്നുണ്ട് 10ാം റൗണ്ട്. ഈ 10ാം റൗണ്ടിലെത്തുമ്പോൾ കഴിഞ്ഞ തവണ കൃത്യമായി 3ാം സ്ഥാനത്തായിരുന്ന NDA ആണ്. അത് താരതമ്യപ്പെടുത്തുമ്പോൾ നഗരസഭയിൽ കൈവിട്ടെങ്കിലും BJP ഒരല്പം മെച്ചപ്പെടുത്തി പഞ്ചായത്ത് തലത്തിൽ. അങ്ങനെ വേണമോ കാണാൻ എന്നുള്ള കാര്യം. 12,451 എന്ന ഭൂരിപക്ഷത്തിലേക്ക് രാഹുൽ മാങ്കൂട്ടത്തിൽ